വെൽക്കം ബാക്ക് ലവ് ഫുഡ് ടൗൺ പുതിയ ബ്ലോഗിലേക്കും എവർക്കും സ്വാഗതം. ഇസ്മി ഇവ റെഡിറ്റുണ്ട് കൂടെ 5 മച്ചന്മാരും. ഇപ്പോൾ നമ്മുടെ ട്രിപ്പിൾ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: അരി, തൈര്, പാല്, സൺഫ്ലവർ ഓയിൽ, പച്ചമുളക് ചതച്ചത്, തക്കാളി, 4-5 തക്കാളി, ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ അരിഞ്ഞത്, ചിക്കൻ ഒരു 2.5 കിലോ ചിക്കൻ, ഒരു മുട്ട, 8 സബോള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പുതിനയില മല്ലിയില കൂടിയിട്ട് അരച്ചത്, വിനീഗർ. ഇതിലേക്ക് മസാല ആവശ്യമുള്ളത്: പട്ട, ഗ്രാമ്പു, കുരുമുളക്, സ്റ്റാർ, സാജീരകം, ജാതിപത്രി, ഏലക്ക. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, കുരുമുളക് പൊടി. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഡാൽഡ, മുന്തിരി, അണ്ടിപ്പരിപ്പ്, നെയ്യ് ഒരു 200 ഗ്രാം, പൈനാപ്പിൾ എസൻസ്, റോസ് വാട്ടർ. ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 100 ഗ്രാമോളം ഡാൽഡ ഇടാം. $150 മില്ലി സൺഫ്ലവർ ഓയിൽ, ഇതിൽ നമ്മൾ മസാലകളെല്ലാം ഇടാൻ പോവാം. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് 2 സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്യാം. ഒരു സ്പൂൺ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇളക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള റൈസ്, അതായത് നമ്മൾ 1/2 മണിക്കൂറോളം കുതിർത്തിയിട്ടുള്ള റൈസാണ്, അത് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു മുട്ട, ഒരു 2 സ്പൂൺ വിനീഗർ. വിനീഗർ ഒഴിക്കുമ്പോഴേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ പെട്ടെന്ന് മസാല പിടിക്കും, അതിനാണ് വിനീഗർ ഒഴിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1.5 സ്പൂൺ ഉപ്പ്, മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ചിക്കൻ മസാല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കുക. 1/2 മണിക്കൂറോളം വയ്ക്കാം. ഇനി ഒരു ഉരുളെടുക്കുക, അതിലേക്ക് ഒരു 150 മില്ലി സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് സബോളയും
അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തെടുക്കുക എന്നാണ് ഫസ്റ്റ് ചെയ്യാൻ പോണം. ഒരു ഉരുളെടുക്കുക, അതിലേക്ക് വീണ്ടും 150 മില്ലി സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് ഒരു 6 സബോള അരിഞ്ഞത് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് വാടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂണോളം ഉപ്പിടാം. പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ പച്ചമുളക് നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 6 പച്ചമുളക്, അത് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പച്ചമണം പോണ വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഡീപ്പ് ഫ്രൈ ആവണ്ട. ഒരു സ്പൂണോളം ഉപ്പ്. നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടാണ്ട് അധികം എരിവ് പാടില്ല, അപ്പം നമ്മളൊരു സ്പൂണുള്ള മുളക് പൊടി. മഞ്ഞൾപ്പൊടി 2 സ്പൂൺ, കാരണം ഫസ്റ്റ് ലെയറിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. 2 സ്പൂൺ. 1 സ്പൂണോളം മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഒരു 2 സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് ഒരു 5-6 തക്കാളി അരിഞ്ഞിടാം. അപ്പോൾ ഈ തൈരിൻ്റെ പുളിയും തക്കാളിയുടെ പുളിയും ആ സബോളൊക്കെ കയറി പിടിച്ച മസാല അടിപൊളിയായിരിക്കും. ഇനി അതിലേക്ക് ഒരു സ്പൂണോളം ഗരം മസാല ഇടാം. ഒരു ചെറിയ സ്പൂൺ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്യാം. കുറച്ച് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല തിക്ക് ഗ്രേവി വെക്കണം. സബോളയും അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മസാലയൊക്കെ ഒന്ന് തിക്കാക്കാം. ചിക്കനിൽ ഓൾറെഡി വെള്ളമുണ്ട്, എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുമ്പോൾ മസാല തക്കാളിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല തിക്ക് ഗ്രേവി ആവും. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഗ്രീൻ റൈസിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഒരു പേസ്റ്റ് പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മഞ്ഞ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്രേവിയിൽ നിന്ന് ചിക്കൻ മാറ്റിയിട്ട് ആ ഗ്രേവിയിലാണ് റൈസ് ഇടുന്നത്. നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഏറ്റവും അടിയിൽ നമ്മൾ ചിക്കൻ ഇടുന്നു. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ റൈസ് ഇടുന്നു. സെക്കൻഡ് ലെയർ നമ്മൾ വൈറ്റ് ഇടാൻ പോണേ. നമ്മൾ സെക്കൻഡ് ലെയർ അടിപൊളിയായിട്ട് വൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കണം. ഇത്രയും വലിയ പാത്രം എടുത്താലാണ് നമുക്ക് ലെയറായിട്ട് റൈസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു വലിയൊരു പാത്രം എടുത്താണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രീൻ കളർ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് സൈഡിലായിട്ട് വയ്ക്കാം. ഇപ്പോൾ കണ്ട ഗ്രീൻ, യെല്ലോ, വൈറ്റ് 3 കളർ നമുക്ക് അടിപൊളിയായിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലേക്ക് ഒരു 200 ഗ്രാമോളം നെയ്യ് ഒഴിക്കാം. ഒരു 100 മില്ലി സൺഫ്ലവർ ഓയിൽ, ഒരു സ്പൂൺ പൈനാപ്പിൾ എസൻസ്, റോസ് വാട്ടർ ഒരു സ്പൂണ്, ഇനി അതിലേക്ക് സബോള വറുത്ത് വെച്ചത്, കുറച്ച് മുന്തിരി, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് പൈനാപ്പിൾ, ഒരു സ്പൂൺ പാല്, ഇനി നമുക്കിത് ദം ചെയ്യാം. ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡിൽ മാവ് ഉണ്ടാക്കണം. മാവിൽ കുറച്ച് മൈദയും വെള്ളവും മാത്രം,
ചുറ്റൊട്ടിക്കാം. ഇനി മൂടി വയ്ക്കുക. എന്നിട്ട് സൈഡിലുള്ള ഗ്യാപ്പുകളൊക്കെ ഫുള്ളും ആ മാവ് വെച്ചിട്ട് തന്നെ അടയ്ക്കുക. കണ്ടോ, എയർ പോരുത്. അതുപോലെ തന്നെ അതേ മാവ് വെച്ചിട്ട് തന്നെ ചെയ്തു. നമ്മുടെ ദമ്മ എങ്ങനെ റെഡി ചെയ്യുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ അവിടെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് പൊട്ടിക്കാം. ആ ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ 3 ലെയർ ബിരിയാണി. അടിപൊളി ഉണ്ട്. കണ്ടോ, നല്ല ഉണങ്ങി അടിപൊളി. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ട്രിപ്പിൾ ലെയർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 ഫ്ലേവറായിട്ടുള്ള ബിരിയാണി ടേസ്റ്റ് നമ്മുടെ സെനിലിനും അതുപോലെ അമിത് ബായിക്കും കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്ക്. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സൈനിങ് ഓഫ് D2.Hope. 5 മച്ചന്മാർ.